നമസ്കാരം. ഡി ഫോർമാൻ ഫിലിം ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നിത്യഹരിത നായകൻ ശ്രീ പ്രേംനസറിനെ കുറിച്ചുള്ള പ്രേംനസർ സ്മരണ എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കെവർക്കും സ്വാഗതം. ഇന്ന് പ്രേംനസർ സ്മരണയിൽ പ്രേംനസർ സാറിൻ്റെ 37ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് എറണാകുളം ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ നടന്ന പ്രേംനസർ സ്മൃതി 2026 ചടങ്ങിൽ പ്രേംനസർ സാറിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയും ബാല്യകാല സുഹൃത്തും അതിലുപരി ഗാനരചയിതാവുമായ ശ്രീ ചിറയൻകീഴ് രാമകൃഷ്ണ സാറിൻ്റെ മകൾ പ്രീതം രാജീവ് പ്രേംനസർ സാറിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിൽ വേദിയിലിരിക്കുന്നവർക്കും സദസ്സിൽ ഇരിക്കുന്നവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ അച്ഛനും നസീർ അങ്കിളും ബാല്യകാല സുഹൃത്തുക്കളായിരുന്നു. രണ്ടുപേരും ചിറയൻകീഴ് കളിച്ച് വളർന്ന ആൾക്കാരാണ്. അച്ഛൻ കോളേജ് പ്രൊഫസറായിട്ട് മാറി, അങ്കിള് കലാരംഗത്തോട്ട് മാറി. അതേസമയം നസീർ അങ്കിളിൻ്റെ വീട്ടിലായിരുന്നു അച്ഛൻ താമസിച്ചുകൊണ്ടിരുന്നത്. അച്ഛന് സ്പെഷ്യലായിട്ട് ഒരു റൂമും ഉണ്ടായിരുന്നു. അച്ഛന് ഗാനങ്ങളോട് എഴുതാനും ഒക്കെ ഒത്തിരി താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ നസീർ അങ്കിളാണ് പറഞ്ഞത്, രാമകൃഷ്ണൻ നായരെ, നിങ്ങൾ എന്തായാലും ചെന്നൈയിലെ പ്രസിഡൻസി കോളേജിലെ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ട് ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് പാട്ട് എഴുതാൻ പാടില്ല? അപ്പോൾ അല്ല, അച്ഛൻ പറഞ്ഞു, എഴുതാൻ താല്പര്യമുണ്ട്, സാർ ഒരു എൻട്രി തന്നാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ നസീർ അങ്കിള് ദേവരാജ മാഷിനെ കാണുകയും ദേവരാജ മാഷിൻ്റെ ഇന്നലെ എന്ന ചിത്രത്തിൽ അച്ഛനൊരു അവസരം കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അച്ഛൻ എഴുതിയ ആദ്യത്തെ ഒരു ഗാനമാണ് സ്വർണ്ണ യമുനയ്ക്കുള്ളിലെ സ്വപ്ന നാടകം. ആ ഗാനവും കൊണ്ട് അച്ഛനും നസീർ അങ്കിളും കൂടെ ദേവരാജ മാഷിനെ കാണാൻ പോവുകയും ദേവരാജ മാഷ് അച്ഛൻ എഴുതിയ ആ പാട്ട് വായിച്ചിട്ട് പറഞ്ഞ്, എന്തോന്ന് രാമകൃഷ്ണൻ നായർ ഇത് എഴുതി വച്ചിരിക്കണേ എന്നും പറഞ്ഞു അതൊട്ട് കുട്ടയിലങ്ങ് എറിയുകയും ചെയ്തു. നിങ്ങളൊരു കോളേജ് പ്രൊഫസറല്ലേ, ഇങ്ങനെയാണ് ഗാനങ്ങൾ എഴുതേണ്ടത്? അത് അച്ഛൻ്റെ കേട്ടപ്പോൾ നല്ല വിഷമം വന്നു. അപ്പോൾ അച്ഛനും നസീർ അങ്കിളും കൂടെ ഒരുമിച്ച് കാറിപ്പോയി. നസീർ അങ്കിളിൻ്റെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നസീറെ, ഇത് എനിക്ക് ഭയങ്കരമായിട്ട് പ്രയാസം ഉണ്ടായി. ഇന്നലെ എന്ന ചിത്രത്തിൽ ആദ്യത്തെ ഒരു ഗാനം തന്നെ മാഷ് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക്, സാരമില്ല, അതങ്ങ് വിട്ടേ രാമകൃഷ്ണൻ, ഇനി നമുക്ക് അവസരങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അച്ഛൻ സാധാരണ കോളേജിൽ പഠിപ്പിക്കാൻ പോയി. അടുത്ത ദിവസം നസീർ അങ്കിളിൻ്റെ ഫോൺ അച്ഛന് വന്നു, രാമകൃഷ്ണൻ നായരെ, ആ ഗാനം ദേവരാജ മാഷ് എടുത്തിട്ടുണ്ട്, എന്നെ രാത്രി വിളിച്ച് പറഞ്ഞു, നല്ല രചനയാണ്, നല്ല കവിതാത്മകമായ വരികളാണ്, നിങ്ങളൊരു കാര്യം രാമകൃഷ്ണൻ നായരുടെ അടുത്ത് ഇത് പറയേണ്ട ആവശ്യമില്ല, ഞാൻ ആ പാട്ട് എടുത്തു എന്നുള്ള കാര്യം പറയുകയും വേണ്ട, ആദ്യത്തെ ഒരു ഗാനമാണ്, അത് അങ്ങേർക്ക് പറയുമ്പോൾ അങ്ങേർക്ക് അതിൻ്റെതായ അഹങ്കാരം വരും, അതുകൊണ്ടാണ് ഞാൻ അങ്ങേര് ഇരുന്നപ്പോൾ ചവിട്ടുകുട്ടയിലെടുത്ത് എറിഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഇത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി, എന്ന് വെച്ചാൽ നല്ല സന്തോഷം തോന്നി. അങ്ങനെ ആദ്യത്തെ ചുവടുവെപ്പിൽ അച്ഛൻ 95 ഫിലിം സോങ്സ്, എല്ലാം നസീർ അങ്കിളിൻ്റെ പടം തന്നെ, കൂടുതലും നസീർ അങ്കിൾ, JN സോമൻ ഇവരുടെ ഒരു കാറ്റഗറിയിലാണ് അച്ഛൻ കൂടുതൽ പാട്ടുകൾ എഴുതിയിരിക്കുന്നത്. പിന്നെ എൻ്റെ അച്ഛൻ്റെ തൊട്ടടുത്താണ് നസീർ അങ്കിളിൻ്റെ വീട്, ചിറയൻകീഴ്. മാങ്ങ പറിച്ചിട്ട്, അപ്പോൾ അന്നൊക്കെ ഒരു ജാതി സ്പിരിറ്റൊക്കെ ഉള്ള സമയമായിരുന്നു. അച്ഛൻ നായരും നസീർ അങ്കിളും മുസ്ലിംസൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ വീട്ടിൽ മാങ്ങയുണ്ട്. മാങ്ങ പറിക്കാൻ നേരത്ത് നസീർ അങ്കിള് മതിലിൻ്റെ അരുവിന് കൂടെ പതുങ്ങിയാണ് വരുന്നത്. കുട്ടിക്കാലം അല്ലേ, 7ാം ക്ലാസ്സിലൊക്കെ അവർ പഠിക്കുകയായിരുന്നു. മാങ്ങ പറിക്കുമ്പോൾ അച്ഛൻ വീട്ടിൽ നിന്ന് ആരും അറിയാതെയാണ് അങ്കിളിൻ്റെ മാങ്ങ പറിച്ചിട്ട് കൊടുക്കുന്നത്. പിന്നെ ശാർക്കര കുളത്തിൽ അച്ഛനാണ് ആദ്യമായിട്ട് നസീർ അങ്കിളിനെ നീന്തൽ പഠിപ്പിക്കുന്നത്. ശാർക്കര കുളത്തിൽ ആർക്കും അന്യജാതിക്കാർക്ക് പ്രവേശനം പാടില്ല. ഇവർ രണ്ടുപേരും കൂടി എന്ത് ചെയ്യുന്ന വെച്ചാൽ ഉച്ചസമയം ആകുമ്പോഴത്തേക്ക് നീന്തൽ പഠിക്കാനായിട്ട് നസീർ അങ്കിൾ പോകും. നസീർ അങ്കിൾ പോകുമ്പോൾ ആരെങ്കിലും വഴി കൂടെ പോണത് കാണുമ്പോൾ നസീർ അങ്കിൾ കുളത്തിൻ്റെ അടിയിൽ കയറി ഒളിച്ചിരിക്കും. അങ്ങനെ എത്ര കാര്യങ്ങൾ നസീറിൻ്റെ അങ്കിളിൻ്റെ മടിയിൽ ഇരുന്നിട്ട് ഒരുപാട് ഉമ്മ ഞാൻ വഴിച്ചിട്ടുണ്ട്. നസീർ അങ്കിൾ തിരുവനന്തപുരത്ത് ഷൂട്ടിങ്ങിന് വരുമ്പോൾ ഞങ്ങളുടെ വീട്ടിലാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. സ്ഥിരമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ നിന്നാണ്. അത് സ്പെഷ്യലായിട്ട് പുട്ടും മാങ്ങയും ചെറുപയറും തന്നെ വേണം. പഴുത്ത മാങ്ങയിട്ട് പുട്ടിൽ ഞെവിടിയാണ് നസീറിൻ്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണം. അപ്പം നസീർ അങ്കിൾ അത് കഴിക്കുകയും എല്ലാ ദിവസവും ഞാൻ വന്ന് മടിയിൽ ഇരുന്നിട്ട് എനിക്ക് ഉമ്മ വേണം. അപ്പോൾ ഈ ഉമ്മ കിട്ടിയില്ലെങ്കിൽ ഞാൻ അങ്ങ് പിണങ്ങുകയും ചെയ്യും, ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ ഒരു ദിവസം അച്ഛൻ എന്നെ വഴക്ക് പറഞ്ഞു, എടി സാറിന് ഷൂട്ടിങ്ങിനുള്ള നേരമായി, നീ മടിയിൽ നിന്ന് മാറാൻ പറഞ്ഞു.
അപ്പോൾ അങ്കിൾ പറയണം അവൾക്ക് ആ കോട്ട കിട്ടാതെ അവളത് മാറില്ല. കോട്ട എന്ന് പറയുന്നത് ഉമ്മയാണ്, അത് കിട്ടാതെ മാറില്ല. എന്നിട്ട് നസറങ്ങൾ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഷീല ചേച്ചി എല്ലാം ജയഭാരതി ചേച്ചി എല്ലാവരും ക്യാമറയ്ക്ക് മുന്നിലാണ് ഉമ്മ കൊടുക്കുന്നത്. എവള് ക്യാമറയ്ക്ക് ഇല്ലാതെയാണ് എന്നെ ഇഷ്ടം പോലെ ഉമ്മ മേടിച്ചിട്ടുള്ളത്. പിന്നെ ചെന്നൈയിൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ്റെ വെക്കേഷൻ സമയത്ത്, അച്ഛൻ പ്രസിഡൻസി കോളേജിൽ പഠിപ്പിക്കുന്ന സമയത്ത് ചെന്നൈയിലെ വെക്കേഷന് ഞങ്ങൾ അച്ഛൻ്റെ അവിടെ പോകും, KK നഗറിൽ. അന്ന് ഞങ്ങൾ താമസിച്ച് 1 മാസം താമസിച്ച് തിരിച്ച് വരുന്നവരെ നസീർ അങ്കിളിൻ്റെ കാറാണ് ഞങ്ങൾക്ക് ടൂറിന് എല്ലായിടത്തും പോകാൻ അവസരം തന്നത്. എനിക്ക് ആദ്യമായിട്ട് എനിക്ക് കുതിര സവാരി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുതിര സവാരി അറിഞ്ഞിട്ടില്ല. എനിക്ക് ആദ്യമായിട്ട് കുതിര സവാരി പഠിപ്പിക്കുന്നത് നസീർ അങ്കിളാണ്. എത്ര പറഞ്ഞാലും ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കുറച്ച് നേരം കൊണ്ടൊന്നും നസീർ അങ്കിളിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ പറ്റില്ല. അത്രയ്ക്ക് പാലാട്ടി കുഞ്ഞിക്കണ്ണൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ജയഭാരതി ചേച്ചിക്ക് വള ഇട്ട് കൊടുക്കുന്ന ഒരു സീനുണ്ട്. മൻസൂർ ചേട്ടൻ അറിയാമായിരിക്കും അല്ലേ, ഒരു വള ഇട്ട് കൊടുക്കുന്ന സീനുണ്ട്. അതാണ് ഞങ്ങൾ കാണാൻ പോയത്. അത് കണ്ടിട്ട് അതേ വേഷത്തോടെ, ആ വള ഇട്ട് കൊടുത്തിരിക്കുന്ന അതേ വേഷത്തോടെ നസീർ അങ്കിൾ തിരിച്ച് വീട്ടിലോട്ട് വരുന്ന സമയത്ത് നസീറിൻ്റെ അങ്കിളിൻ്റെ കാറിൽ സ്ഥലമില്ല. ക്യാമറമാനും പ്രൊഡ്യൂസറും എല്ലാവരും കൂടെ നസീർ അങ്കിളിൻ്റെ വീട്ടിലാണ് ഊണ് കഴിക്കാൻ പോണത്. ഞാൻ അങ്കിളിൻ്റെ മടിയിലാണ് ഇരുന്നത്. ആ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്കിളിൻ്റെ മടിയിലാണ് ഞാൻ പോയത്. ഇനി എത്ര പറഞ്ഞാലും തീരുമില്ല. അതുകൊണ്ട് കുറച്ച് സമയങ്ങളിൽ അവരെനിക്ക് തന്നതിൽ വളരെ വളരെ നന്ദി. എല്ലാവർക്കും നന്ദി, നമസ്കാരം.